ऐसे मुख्यमंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के सम्यक के लिए ऐसा करना अपेक्षित हो मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संचुतित या प्रकट नहीं करूंगा ബീഹാറിൽ ബിജെപിയുടെ ആദ്യ മുഖ്യമന്ത്രിയായി സാമ്രാജ് ചൗധരി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നിതീഷ് കുമാർ 10 തവണ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് രാജ്യസഭയിലേക്ക് പോയ ഒഴിവിലേക്കാണ് അവിടെ സാമ്രാജ് ചൗധരി ബിജെപിയുടെ മുഖ്യമന്ത്രിയായി. ബീഹാറിലെ ആദ്യത്തെ ബിജെപി മുഖ്യമന്ത്രി എന്നാണ് സാമ്രാജ് ചൗധരി അവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഏപ്രിൽ 14 നിതീഷ് കുമാർ രാജിവെച്ചത്. പലവിധ എന്താണ് നിതീഷ് കുമാർ രാജി എന്ന കാര്യത്തിൽ ഇപ്പോഴും ആർക്കും കാര്യമായ ധാരണകളില്ല. പല കാരണങ്ങൾ അവരുടെ പാർട്ടി പറയുന്നുണ്ടെങ്കിലും പാർട്ടിയിലെ അടക്കം ശക്തമായ എതിർപ്പ് മറികടന്നാണ് നിതീഷ് കുമാർ രാജിവെച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. രാജ്യസഭയിലേക്ക് പോയി എന്തോ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹ സാക്ഷാത്കാരമുണ്ട്, അതിനുവേണ്ടിയാണ് രാജ്യസഭയിലേക്ക് പോകുന്നത് എന്നൊക്കെ നിതീഷ് കുമാർ പറയുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ബീഹാറിലെ നിതീഷ് യുഗം ഏതാണ്ട് കഴിയുന്നു. സാമ്രാജ് ചൗധരി ബിജെപിയുടെ ദീർഘകാലത്തെ പൊളിറ്റിക്കൽ പ്ലാൻ JDU-വുമായി ഒപ്പം കൂടിയായിരുന്നു. JDU അതിനിടയിൽ ദുർബലപ്പെടുന്ന കാഴ്ച കണ്ടു. നിതീഷ് കുമാർ ഒരു ഘട്ടത്തിൽ അപ്പുറത്ത് പോയെങ്കിലും പിന്നീട് പുറത്തേക്ക് വന്ന് NDAയുടെ ഘടകകക്ഷിയാവുന്നത് കണ്ടു. വീണ്ടും നിയമസഭയിൽ ഒരുമിച്ച് മത്സരിക്കുന്നതൊക്കെ കണ്ടു. അതിനുശേഷം JDU-വിൻ്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അവിടുന്ന് മാറുന്നു. ഇപ്പോൾ BJP മുഖ്യമന്ത്രി സാമ്രാജ് ചൗധരി അധികാരമേക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്, അതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്. അച്യുതൻ വിവരങ്ങൾ വച്ചിരുന്നു. അച്യുതൻ, BJPക്ക് ബീഹാറിൽ ഇത് രാഷ്ട്രീയമായി പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. തീർച്ചയായിട്ടും ഹാഷ്മി, അതായത് നിതീഷ് യുഗത്തിന് അത് അവസാനിച്ചുകൊണ്ടാണ് BJPയുടെ പുതിയ മുഖ്യമന്ത്രി ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഈ കഴിഞ്ഞ കാലയളവിൽ ബീഹാർ ഭൂമികയിൽ തന്നെ സാക്ഷ്യം വഹിച്ചത്. അതിൽ തുടക്കത്തിൽ തന്നെ ഈ നിതീഷ് കുമാർ JDU NDAയിലേക്ക് എത്തുകയും വീണ്ടും ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം JDU-യും BJP-യും ചേർന്ന് NDAയ്ക്ക് ആ മണ്ണിൽ ലഭിക്കുകയുണ്ടായി. അതിനുശേഷമാണ് അപ്രതീക്ഷിതമായി തന്നെ നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് ചൂടുറപ്പിക്കുന്നു എന്ന തരത്തിൽ ആ ഒരു രാഷ്ട്രീയം മാറുന്നത്. തുടർന്ന് നിതീഷ് കുമാർ തന്നെ അക്കാര്യങ്ങളിൽ പറഞ്ഞത് തനിനി സാമ്രാജ് ചൗധരി ബീഹാറിന്റെ മുഖ്യമന്ത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.